നമ്മൾ അറസ്റ്റ് ചെയ്യുന്നുണ്ട്. ഈ പിഞ്ച് കുഞ്ഞിനെ ഉൾപ്പെടെ അറസ്റ്റ് ചെയ്യുന്നത് ഇപ്പൊ ഈ കുഞ്ഞിനെ ആക്രമിച്ചവരെ എല്ലാവരും കേസെടുക്കണം, അറസ്റ്റ് ചെയ്യണം. വേറെ ഒരു നടപടിക്ക് നമ്മൾ പേരറിയില്ല, ആക്രമിച്ചവർ ജാതി പറഞ്ഞാൽ അധിക്ഷേപിച്ച ജാതി പറഞ്ഞ് അധിക്ഷേപിച്ചാണ് ആക്രമിച്ചത്. അതിന് നടപടി എടുക്കാതെ ഇവിടെ മാറില്ല, പിരിയില്ല, ഈ നോട്ടിയിരിക്കും. അല്ലെങ്കിൽ ഞങ്ങൾ അറസ്റ്റ് ചെയ്ത് ചെയ്തിറങ്ങും. പോലീസിന്റെ കൺമുമ്പിലാണ് ഈ സംഘർഷം നടന്നത്. തന്നെ ഈ ഇത്രയും വലിയൊരു പ്രശ്നമുണ്ടായിട്ട് പോലീസ് നോക്കി നിൽക്കുന്നതല്ലാതെ ഈ പ്രവർത്തകരെ അറസ്റ്റ് ചെയ്യാൻ തയ്യാറാകുന്നില്ല എന്നാണ് BJPയുടെ ആരോപണം. ഈ തെരഞ്ഞെടുപ്പ് നടക്കുന്ന പോളിംഗ് ബൂത്തിന്റെ തൊട്ടടുത്തായിട്ടാണ് CPMന്റെ ബ്രാഞ്ച് കമ്മിറ്റി ഓഫീസും പ്രവർത്തിക്കുന്നത്. അതുകൊണ്ട് തന്നെ അവിടെ നിന്നുകൊണ്ടാണ് ഈ കള്ളവോട്ട് നടത്താൻ ഒത്താശ ചെയ്യുന്നു എന്നുള്ള കാര്യമാണ് BJP പ്രവർത്തകരുടെ ആരോപണമായിട്ട് ഉന്നയിക്കുന്നത്. എന്തായാലും ഇപ്പോൾ സംഘർഷം അയവൊന്നും വന്നിട്ടില്ല. ഈ BJP പ്രവർത്തകനെ മർദ്ദിക്കാൻ ശ്രമിച്ച ട്രാൻസ്ജെൻഡർ പ്രവർത്തകരെയും അതേപോലെ CPM പ്രവർത്തകരെയും അറസ്റ്റ് ചെയ്യണമെന്നാണ് BJP പ്രവർത്തകരുടെ ആവശ്യം. ഇപ്പോൾ ഇവിടെ ഈ റോഡ് തടഞ്ഞുകൊണ്ട് ഇവർ പോലീസുമായിട്ട് തർക്കിക്കുന്ന ദൃശ്യങ്ങളാണ് ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. നടപടിയെടുക്കാതെ പിന്മാറില്ല എന്ന് തന്നെയാണ് BJP പ്രവർത്തകർ പറയുന്നത്. 100 മീറ്റർ പരിധിയിലാണ് ബൂത്ത് ഓഫീസ് പാടുള്ളത്. ഇവര് 10 മീറ്റർ പോലും ഇല്ല. മീറ്റർ എടുത്ത് അളന്നു നോക്കും, 10 മീറ്റർ പോലും ഇല്ല. വോട്ടിന്റെ പറഞ്ഞ ഒരു അകത്ത് കയറിയിട്ടാണ് ബൂത്ത് ഓഫീസിൽ പോകുന്നത്. നേരത്തെ കള്ളവോട്ട് ഇട്ട് വരും. ഇവിടെ ഒരു പെട്ടി വന്ന് അതിലാണ് ലിങ്ക് വായിക്കണം. ഡ്രൈവിംഗ് സ്കൂളിലാണ് ലിങ്ക് വായിക്കേണ്ട മത്സ്യമുള്ളത്. താങ്കളെ മർദ്ദിച്ചു, എന്നെ ഇപ്പൊ വന്ന് മർദ്ദിച്ച് വിശാഖ് എന്ന BJP പ്രവർത്തകനാണ് ഈ ട്രാൻസ്ജെൻഡർ പ്രവർത്തകർ വന്ന് മർദ്ദിച്ചത്. എന്തായാലും അതിലിപ്പോൾ നടപടി വേണം എന്നാണ് ആവശ്യപ്പെടുന്നത്. ഈ പറയുന്ന കള്ളവോട്ട് നടത്താൻ വേണ്ടിയുള്ള ശ്രമത്തിലേക്ക് ദൃശ്യം പകർത്താൻ പോകുന്ന സമയത്താണ് അത് കണ്ട് അതിൽ വിറളി കൊണ്ടുകൊണ്ടാണ് ദൃശ്യം തന്നെ നോക്കിവെച്ചത്. അതിനൊരു അവസരം കിട്ടിയപ്പോൾ തന്നെ മർദ്ദിക്കുകയായിരുന്നു. ഒരു പ്രകോപനമില്ലാതെ മർദ്ദിക്കുകയായിരുന്നു എന്നാണ് BJP പ്രവർത്തകർ പറയുന്നത്. നടപടിയെടുത്തില്ലെങ്കിൽ ശക്തമായിട്ടുള്ള പ്രതിഷേധമായിട്ട് പോകും. റീപോളിംഗ്, ഈ ബൂത്ത് 2 റീപോളിംഗ് വേണമെന്നാണ് BJP പറയുന്നത്. അത്രത്തോളം കള്ളവോട്ട്, 100ഓളം കള്ളവോട്ട് നടന്നു എന്നുള്ള ആരോപണമാണ് നടക്കുന്നത്. എന്തായാലും സംഘർഷത്തിന് ഒരു അയവും ഇതുവരെയായിട്ടും വന്നിട്ടില്ല. ഒരു വശത്ത് CPM പ്രവർത്തകർ നിൽക്കുമ്പോൾ മറുവശത്ത് പോലീസുമായിട്ട് തർക്കിക്കുകയാണ് BJP പ്രവർത്തകർ. ഇലക്ഷനുമായിട്ട് ബന്ധപ്പെട്ട് ഇപ്പൊ 4-5 സീറ്റ് അപമര്യാദയായിട്ട് പെരുമാറിയതിന്റെ പേരിൽ പരാതി കൊടുത്തിട്ട് ഈ നിമിഷം അവരാണ് അവിടെ ഇരിക്കുന്നത്. അവരെല്ലാരും ഇത് ബൂത്ത് ഓഫീസ് എന്ന് പറഞ്ഞ് കെട്ടിയിരിക്കുന്നത്. ഇതെല്ലാം കയ്യേറ്റം ചെയ്ത് വെച്ചിരിക്കുന്നതാണ്. എന്നിട്ട് ഇതാണ് നടപടി. ഇന്ന് രാവിലെ മുതല് സ്ഥാനാർത്ഥി നേരിട്ട് ഇവിടെ നിന്നുകൊണ്ട് വരുന്ന ആൾക്കാർ ആ ഓഫീസിൽ ക്യാൻവാസ് സ്ലിപ്പ് കൊടുക്കുന്നു. ഇവരെ കൺമുമ്പില് 3-4 ലക്ഷം നേരിട്ട് കൊടുക്കുന്നു. സാറേ, അവിടെ ക്യാൻവാസ് സ്ലിപ്പ് കൊടുക്കുന്നു. പോളിംഗ് സ്റ്റേഷന് ഫ്രണ്ടില് പോലീസ് ഒരു നടപടിയിട്ടില്ല. ഇവരെ നോക്കി കൂട്ടിയുന്നു. ഇപ്പൊ ഈ ചെറുക്കനെ ആ ട്രാൻസ്ലേറ്റ് ഗുണ്ടകൾ അതിനകത്ത് നടക്കൊണ്ടിരുന്ന ഇവരെ ഫ്രണ്ടിലടിച്ചു. ഇവർ നടപടിക്കാൻ തയ്യാറാവുന്നില്ല. ഇവർ പറയുന്നത് നമ്മൾ അറസ്റ്റ് ചെയ്യുന്നുണ്ട്. ഈ പിഞ്ച് കുഞ്ഞിനെ ഉൾപ്പെടെ അറസ്റ്റ് ചെയ്യുന്നത് അവർ പറയണം. ഇപ്പൊ ഈ കുഞ്ഞിനെ ആക്രമിച്ചവരെ എല്ലാവരും കേസെടുക്കണം, അറസ്റ്റ് ചെയ്യണം. വേറെ ഒരു നടപടിക്ക് നമ്മൾ പേരറിയില്ല, ആക്രമിച്ചവർ ജാതി പറഞ്ഞാൽ അധിക്ഷേപിച്ച ജാതി പറഞ്ഞ് അധിക്ഷേപിച്ചാണ് ആക്രമിച്ചത്. അതിന് നടപടി എടുക്കാതെ ഇവിടെ മാറില്ല, പിരിയില്ല, ഈ നോട്ടിയിരിക്കും. അല്ലെങ്കിൽ ഞങ്ങൾ അറസ്റ്റ് ചെയ്ത് ചെയ്തിറങ്ങും.